ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 47-ാമത്തെ തിരുവചനമാണ്. ദൈവത്തിൻ്റെ ജീവിക്കുന്ന വചനം ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം നമ്മൾ ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ കർത്താവായ ഈശോ തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ച ദൗത്യമാണ് പാപമോചനത്തിനുള്ള അനുതാപത്തിൻ്റെ സുവിശേഷം യേശുവിൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്: അതുപോലെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ ഓർത്ത് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോ പറയാണ്, അനുതപിക്കുന്ന പാപിക്കാണ് പാപമോചനത്തിനുള്ള യോഗ്യത ലഭിക്കുന്നത്. ഹല്ലേലൂയ. ഇത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായം അതിൻ്റെ 38-39 തിരുവചനത്തിൽ കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്: പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്താപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈശോയെ സ്വന്തം രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്ന എല്ലാ മക്കൾക്കും കർത്താവ് സമീപസ്ഥനാണ്. കർത്താവ് കൂടെയുണ്ട്. അവിടെ ക്രിസ്ത്യാനിയെന്നോ ഹൈന്ദവനെന്നോ മുസ്ലിമെന്നോ ദൈവത്തിന് നോട്ടമില്ല. യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവൻ ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും കർത്താവ് സമീപസ്ഥനാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം ഈ തിരുവചനത്തിൻ്റെ അഭിഷേകത്തിൽ നമുക്കായിരിക്കാം. ഇന്ന് ലോകം മുഴുവൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ ദീപികാനീശോയെ ഏറ്റവും യോഗ്യതയോടെ നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആമേൻ.